ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിൽ നോക്കുന്നത് ഒരു 2 ഡയമെൻഷണൽ അറേ എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം, അതെങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ അറേയിലേക്ക് വാല്യൂസ് എങ്ങനെ റീഡ് ചെയ്യാം, ആ വാല്യൂസ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു സിമ്പിൾ പ്രോഗ്രാമാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കും. അപ്പോൾ 2 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ അറേ എന്ന് നമ്മൾ പറഞ്ഞു. ഒരു റോയും എത്ര കോളംസും ആണെങ്കിലും നമുക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൽ അറയ്ക്കൊരു നെയിം ഉണ്ടായിരിക്കും. അതേ കൺസെപ്റ്റ് തന്നെയാണ് 2 ഡയമെൻഷണൽ അറയിലും വരുന്നത്. അപ്പോൾ ഇതിൽ എത്ര ഒന്നിൽ കൂടുതൽ റോസ് നമുക്ക് ആഡ് ചെയ്യാം, ഒന്നിൽ കൂടുതൽ കോളംസ് നമുക്ക് കൊടുക്കാം. മറ്റേ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ലെവലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 2 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ കോളംസ് ഉണ്ടായിരിക്കും, റോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു കോമൺ നെയിം ഉണ്ടായിരിക്കും. ആ നെയിമാണ് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് റോ 1, റോ 2, റോ 3, കോളം 1, കോളം 4 കോളംസും. അപ്പോൾ അത് 1 ഡയമെൻഷൻ അറേയിൽ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതേമാതിരി തന്നെയാണ് ഫസ്റ്റ് വരുന്നത് റോൻ്റെ ഇൻഡെക്സും, സെക്കൻഡ് വരുന്ന കോളത്തിൻ്റെ ഇൻഡെക്സും. അപ്പോൾ ഈ റോയിൽ ഫുള്ള് 0 എന്ന് പറഞ്ഞ റോയിൽ കണ്ടോ, 0 മുതലാണ് റോയും കോളും 2 ഡയമെൻഷൻ അറേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ് പറയുന്നത് 0, 0, 0, 1 നമ്മൾ കൊടുക്കുന്ന അറേൻ്റെ നെയിം ഉണ്ടായിരിക്കും. ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ വാല്യൂസ് അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് അറേ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ എ ആണെങ്കിൽ എ ഓഫ് 10 കൊടുക്കാം. പിന്നെ വരുന്നത് നമുക്ക് ഇതിൽ കോളം റോ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിളും, റോ എന്ന് വെച്ചാൽ 2 ലൂപ്പ് ഇതിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വാല്യൂസ് റീഡ് ചെയ്യുന്നത്. കോളം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐയും, കോളം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇതെങ്ങനെ റീഡ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫോർ ലെസ് ദാൻ ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ, പിന്നെ നമുക്ക് വേണ്ടത് കോളം എത്ര കോളം ഉണ്ട്, എത്ര റോ ഉണ്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്യാം. എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ കോളം റീഡ് ചെയ്യാം. റീഡ് റോസും, എത്ര റോസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര കോളംസ് ഉണ്ടെന്ന് നമ്മൾ റീഡ് ചെയ്യാം. അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാം, ലെസ് ദാൻ എം ലെസ് ദാൻ ഐ പ്ലസ് പ്ലസ്. ഇത് നെസ്റ്റഡ് ലൂപ്പാണ്. എന്ന് വെച്ചാൽ ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറെ ലൂപ്പും കൂടി വരുന്നുണ്ടോ, കോളം വാല്യൂസ്. എന്നിട്ട് നമ്മളിവിടെ സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് അറേൻ്റെ പേര് കൊടുക്കുക. അവിടെ പെർസെൻറ്റേജ് എ ഓഫ് ഐ കോമ ജെ എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു 2 ഡയമെൻഷണൽ അറേയിലേക്ക് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന റോൻ്റെ വേരിയബിളാണ് ഐ എന്ന് പറയുന്നത് ജെ. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എമ്മിന് ഒരു 2 n ഈക്വൽ ടു 3 ആണ് കൊടുക്കുന്നത് വെച്ചാൽ ഇതൊരു 2 റോസും 3 കോളംസുള്ള അറേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന ഐൻ്റെ വാല്യൂ 0 വരുന്നുണ്ട്. അപ്പോൾ ജെൻ്റെ വാല്യൂ 0 എന്ന് പറയും. അപ്പോൾ ഇവിടെ എ ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് 0, 0 എന്നുള്ള ഒരു ലൊക്കേഷനിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എത്രയാണോ അത് സേവ് ചെയ്യും. അപ്പോൾ അടുത്ത ടൈം വരുമ്പോൾ ഈ ജെ ലൂപ്പാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജെ ഇതുവരെ പോകും, ജെ 3 വരെ പോകും. പിന്നെ വരുന്നത് എ ഓഫ് 0, 1 എന്ന് വരും. പിന്നെ അടുത്ത ജെൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 0,
അങ്ങനെ 3 വട്ടം ഇത് വർക്ക് ചെയ്യും കണ്ടോ. പിന്നെ ജെൻ്റെ വാല്യൂ 3 ആവുന്ന സമയത്ത് ഈ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും, നേരെ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഈ ലൂപ്പിലേക്ക് പിന്നെയും പോകും. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 1 ആവും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ടൈമിൽ ഇതിങ്ങനെ വർക്ക് ചെയ്യും. 1 പിന്നെ ജെൻ്റെ വാല്യൂ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണോണ്ട് 0 വരും ഫസ്റ്റ്. അപ്പോൾ അതിലേക്ക് വാല്യൂ റീഡ് ചെയ്യും. പിന്നെ അതിൻ്റെ വാല്യൂ 1 ആയി, ജെൻ്റെ വാല്യൂ 1 ആയി, പിന്നെ ജെൻ്റെ വാല്യൂ 2 ആയി. പിന്നെ ഈ ജെൻ്റെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. പിന്നെ ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ 3 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ലൂപ്പിൽ നിന്ന് ഇത് എക്സിറ്റ് ചെയ്യും ഉണ്ടോ. അതിൻ്റെ വാല്യൂ 0, പിന്നെ അതിൻ്റെ വാല്യൂ 1 ആയി, പിന്നെ 2 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് എക്സിറ്റ് ചെയ്യും. നമ്മൾ എമ്മിൻ്റെ വാല്യൂ 2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇതേമാതിരി തന്നെ ഇത് പ്രിൻറ്റ് ചെയ്യുന്നത് ഈ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞും കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇത് സേവ് ചെയ്യാം. array എന്ന് കൊടുക്കാം. array dot c നെക്സ്റ്റ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇതിൻ്റെ അറേൻ്റെ പേര് നമ്മൾ എന്ന് കൊടുത്തു, ഐയും ജെയും കൊടുത്തു. റോയും കോളം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് റോസും കോളംസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ m, n കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ എൻ്റെ സൈസ് ഓഫ് അറേൻ്റെ സൈസ് എന്ത് ചെയ്യുക, നമ്മൾ ഇൻപുട്ട് ചെയ്യും. %d അടുത്ത നമുക്ക് അറേത്തെ വാല്യൂസ് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം.
എന്ത് ചെയ്യാം, നമ്മൾ അറയിലുള്ള വാല്യൂസ് നമ്മൾ പ്രിൻ്റ് ചെയ്യുക. നമുക്കിത് അറേ രൂപത്തിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു റോ കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ഓഫ് കോഡ് കൊടുക്കാം. ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്കൊന്ന് കമ്പൈൽ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കിതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചെയ്ത് നോക്കാം. ഫംഗ്ഷൻ മെയിന് പ്രിൻ്റ് അങ്ങനത്തെ 2 എറേഴ്സ് കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എറേഴ്സ് ഒന്നുമില്ല. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ എൻ്റർ നമ്മൾ റോസും കോളംസും എന്ത് ചെയ്യുക, നമ്മൾ അറേൻ്റെ സൈസ് ഇൻപുട്ട് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു 2 കോളവും ഫസ്റ്റ് റോയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, 2ഉം ഒരു 3ഉം കൊടുക്കാം. പിന്നെ ഇവിടെ ചോദിക്കുന്നത് എൻ്റർ ദി എലമെൻറ്റ്സ് ഇൻ അറേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 റോസും 3 കോളംസ് എന്ന് പറഞ്ഞാൽ അതിലെ വാല്യൂസ് എന്ത് ചെയ്യുക, നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ എന്ത് ചെയ്തു, 6 വാല്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വാല്യൂ കൊടുത്തു, സെക്കൻഡ് വാല്യൂ നമ്മൾ കൊടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ റോ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 0 0 0 1 0 2 എന്ന് പറഞ്ഞ അറേൻ്റെ ഇതിൽ സ്റ്റോർ ചെയ്തു. ഇനി അടുത്തത് എന്ത് ചെയ്തു, 1,0 എന്നുള്ള വാല്യൂ കൊടുത്തു. അടുത്തത് സെക്കൻഡ് റോയിൽ സെക്കൻഡ് വാല്യൂ കൊടുത്തു, തേർഡ് വാല്യൂ കൊടുത്തു. കണ്ടോ, 2 3 4 എന്ന് ഫസ്റ്റ് റോയിൽ കൊടുത്തു, സെക്കൻഡ് റോയിൽ 4 5 3 എന്ന് പറഞ്ഞ വാല്യൂസും കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേ റീഡ് ചെയ്യുന്നതും അത് പ്രിൻ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇതിലെന്താ വരുന്നത് വെച്ചാൽ നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് വരുന്നുണ്ട്, ഐയും ജെയും. ഒന്ന് റോസിനെ റോസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സെക്കൻഡ് ലൂപ്പ് കോളത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണിത് യൂസ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് അറേൻ്റെ ഏത് വാല്യൂസ് ആണെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പ്രിൻ്റ് എഫിൽ എന്ത് ചെയ്യാം,
ഇപ്പോൾ A00 എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്ത് അങ്ങനെ വാല്യൂ ആണ് കൊടുക്കാം. ഞാനിവിടെ പ്രിൻ്റ് നമ്മളെ അറേൻ്റെ പേര് വേണം അങ്ങനെ കൊടുക്കാം. കമ്പനി നോക്കാം. എറർ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനുള്ള വാല്യൂസ് പ്രിൻ്റ് ചെയ്യേണ്ട വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടില്ല, അത് കൊടുത്തു നോക്കാം. നമ്മൾ I, J കൊടുത്തു. അപ്പോൾ ഇതിൽ എറേഴ്സ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ അറേൻ്റെ സൈസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത അതേ വാല്യൂസ് തന്നെ കൊടുക്കുന്നത്. 2 റോസും 3 കോളംസും കൊടുത്തു. അപ്പോൾ ഇവിടെ A00 എന്താ വാല്യൂ എന്ന് ചോദിക്കുന്നത്. നമ്മൾ പഴയ കൊടുത്ത ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ 2 കൊടുത്തു. അതോ 01 വാല്യൂ ചോദിച്ചു. അപ്പോൾ നമ്മൾ 3 കൊടുത്തു. 02 4 കൊടുത്തു. അടുത്തത് 1. അപ്പോൾ എന്താ ഒരു റോ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് റോ 1 ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ജെൻ്റെ വാല്യൂ എന്തായി 0 ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് കൊടുത്തു നോക്കാം. 4 അടുത്ത് 1 ആയി 6 കൊടുത്തു. ഉണ്ടോ ഫസ്റ്റ് A0 എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ 0യും ജെൻ്റെ വാല്യൂ 0 ആയി. അപ്പോൾ നമ്മളെ ഇതിലുള്ള ഈ ഒരു ഫസ്റ്റ് വാല്യൂ ആണ് അതുണ്ടോ 00 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ എന്ത് ചെയ്തു വാല്യൂസ് ഇവിടെ വന്നു കൊടുത്തു നമ്മൾ. പിന്നെ അതേ റോയിൽ തന്നെ സെക്കൻഡ് വാല്യൂ ഈ കോളാണ് എന്ന് വെച്ചാൽ കോളം 2. അപ്പോൾ 0 1 ആയി, പിന്നെ 2 ആയി. അപ്പോൾ തേർഡ് വാല്യൂ അപ്പോൾ 0. അപ്പോൾ ആ നമ്മൾ കോളത്തിൻ്റെ ഇത് കൊടുത്ത് 3 ആണ്. അപ്പോൾ 3 വാല്യൂസ് എന്ത് ചെയ്തു ഒരു റോയിൽ കോളത്തിൽ റീഡ് ചെയ്തതിന് ശേഷം അടുത്ത റോയിലേക്ക് വന്നു. അതിൽ 0 മുതൽ 2 വരെ 3 വാല്യൂസ് ഉണ്ടോ കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂ മാറി. പിന്നെയും ജെൻ്റെ വാല്യൂ 0 മുതൽ എത്ര കോളംസ് കൊടുത്തിട്ടുണ്ടോ അത്രയും ടൈംസ് വാല്യൂസ് റീഡ് ചെയ്തു ഉണ്ടോ അതിൻ്റെ വാല്യൂസ് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു 2 ഡയമെൻഷണൽ അറേ റീഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടോ ഫസ്റ്റ് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു, അതിന് സൈസ് കൊടുത്തു. പിന്നെ റോയും കോളം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വേരിയബിൾസ് കൊടുത്തു. ലൂപ്പ് നെസ്റ്റഡ് ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ വാല്യൂസ് റീഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ആ വാല്യൂസ് പ്രിൻ്റ് ചെയ്യിച്ചു. ഓക്കെ, താങ്ക് യു.